ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് സാധനമില്ലാതെ നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കിഡ്ലിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കിനാ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ ഒരു 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ തലയൊക്കെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള കൊമ്പ് പോലെ നീണ്ടു നിൽക്കുന്ന സാധനങ്ങളും കണ്ണൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിൻ്റെ തൊലി മാത്രം തല അവിടെ തന്നെ വെച്ചിട്ട് തൊലി മാത്രം എടുത്ത് കളയാം കേട്ടോ. അപ്പോൾ നല്ല ചെറുതായിട്ടുള്ള ചെമ്മീനാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ. തല അങ്ങ് പൊരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് കുറച്ച് വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കറി ഉണ്ടാകാൻ. അപ്പോൾ സംഭവം നമ്മളിതാ ഇതെല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഭാഗത്തുള്ള ആ ഒരു നാര് പോലുള്ള സാധനങ്ങളൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ. ചെമ്മീൻ നന്നായി കഴുകിയെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കൊരു മിക്സിഡ് ജാർ എടുത്തിട്ട് മിക്സിഡ് ജാറിലേക്ക് നമ്മൾ ചേർക്കുന്നത് സവാള കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് നമ്മൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമേ കേട്ടോ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഒരു 3-4 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ 5 എണ്ണമൊക്കെ ചേർക്കാം കേട്ടോ. ഇനി വലുതാ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2-3 മതിയാവേ. ഒരുപാട് ചേർക്കണ്ട. അപ്പോൾ നല്ല വെളുത്തുള്ളിയുടെ ചൊയയായി പോകട്ടോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ 1.5 ടീസ്പൂൺ ആട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് വേണ്ട കേട്ടോ. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല എരിവായി പോവും. നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1.5 ടീസ്പൂണോളം കാശ്മീരി ആണെങ്കിൽ മാത്രം മതിയാവും. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്താൽ മതി കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞളും കൂടി ചേർത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മൾ ചെമ്മീനിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ്റെ അളവൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന സാധനത്തിൻ്റെ അളവൊക്കെ കൂട്ടിയെടുത്തിട്ട് വേണം നമ്മൾ അരച്ചിട്ട് ഈ ഒരു ചെമ്മീനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് ആ ഒരു മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിന് വേണമെന്നുണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പം സമയമില്ലാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് സമയം വെക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ല വലിപ്പമുള്ളൊരു തക്കാളി, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ചേർക്കാം, വലുതാണെന്നുണ്ടെങ്കിൽ 1 ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ചിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കണ്ട. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നോളും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കല്ല കേട്ടോ. ഒരു 1-2 മിനിറ്റൊക്കെ ആകുമ്പം ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് മാക്സിമം പോയാൽ 5 മിനിറ്റ് ആട്ടോ വേണ്ടുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ എനിക്ക് കറക്റ്റ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ. വീഡിയോ ചെയ്യാനും പറ്റുന്നില്ല, എടുക്കാനും പറ്റുന്നില്ല. അസുഖ കാര്യങ്ങളും ഓരോരോ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു 10-25 ആൾക്കാർക്ക് ഒരു വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഈ ITP ഒക്കെ ഉള്ള കുട്ടികളെ ട്രീറ്റ്മെൻറ്റ് നല്ല ബെസ്റ്റായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഹോസ്പിറ്റൽ നമ്മൾ ഈ കേരളത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം മോൻ ആ ഒരു പ്രശ്നം കാരണം ഇപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആകണം. ഏതാണെന്ന് കറക്റ്റ് ഒന്ന് അറിയണം.
നിൽക്കുള്ളത് കൊണ്ടാണ്. അപ്പം നല്ലൊരു സ്ഥലം അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയതിന് ശേഷം നമ്മളിതാ തുറന്ന് നോക്കിയിട്ടുണ്ട്. അതിലേക്ക് നന്നായി ഇളക്കി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളതിലേക്ക് ഇപ്പം ചേർത്തിട്ടുള്ളത് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണും ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്, സിമ്പിൾ റെസിപ്പിയാണ്, നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന റെസിപ്പി കേട്ടോ ഇത്. അപ്പോൾ ചോറിനാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ദോശയാണെങ്കിലും നമുക്ക് എന്ത് സാധനത്തിൻ്റെ കൂടി കഴിക്കാനും പറ്റും. ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ല, ടൈമും ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റുമേ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡോക്ടേഴ്സിനെ അറിയുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പം കേരളത്തിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ മംഗലാപുരത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ടോളും. അപ്പോൾ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.